വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന ചിത്രത്തെക്കുറിച്ച് പൊതുവെ നല്ല റിവ്യൂസാണ്. ആദ്യം ചിത്രത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ചിലർ ഹാർഷ് ക്രിറ്റിസിസമായിട്ട് വന്നെങ്കിലും പടം റിലീസായപ്പോൾ പൊതുവെ നല്ല റിവ്യൂ ആണ്. നമുക്ക് എന്തെല്ലാമാണ് ഈ ചിത്രത്തെക്കുറിച്ച് പൊതുവിൽ സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. But it was simply super. It's really a good start. ലാലേട്ടൻ്റെ ബോളം തെളിയിച്ചു. മാർഷൽ ആർട്സ് ആയാലും ആക്ഷൻ ആയാലും അടിപൊളി. ആദ്യത്തെ പടം കസർ വെരി ബ്യൂട്ടിഫുൾ ആണല്ലേ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മോഹൻലാലിൻ്റെ മോളുടെ സിനിമ കാണാൻ അതിൻ്റെ ചാറ്റിലെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. മോളുടെ പ്രകടനം സൂപ്പറാണ്. പിന്നെ ആശിഷ് ജോ ആന്റണി അതിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഭയങ്കര ഒരു ഭീകര വില്ലൻ പോലെ. അപ്പോൾ എനിക്ക് ഒരു കോയിൻസിഡൻസ് തോന്നിയ ദാറ്റ് തിരുനോട്ടവും ആദ്യം തുടക്കവും ഇതിനെല്ലാത്തിനും മീനിങ് തുടക്കമാണ് മോഹൻലാൽ. ഞാൻ ഈ പുതിയ സിനിമകളുടെ റിവ്യൂ കണ്ടിട്ട് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഇനീഷ്യൽ ഡേയ്സ് റിവ്യൂവിൽ എനിക്കൊരു വിശ്വാസമില്ല. അതെന്നെ പലപ്പോഴും പറ്റിച്ചിട്ടുണ്ട്. സത്യം പറയുന്നു. ഞാൻ ഈ ഇനീഷ്യൽ റിവ്യൂ കണ്ടിട്ട് ഗംഭീരം, സൂപ്പർബ്, ഐ മീൻസ് മലയാളത്തിൽ ഉപയോഗിക്കാൻ വാക്കില്ലാത്ത ബ്ലോക്ക് ബസ്റ്റർ, അത് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടാവുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് തള്ളി മറിക്കുന്ന ഒരു രീതി പൊതുവേ സിനിമയിലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത് ധന്യക്കും എനിക്കും അറിയാത്തൊരു ലോകമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതും കൂടി പെയ്ഡാണ്. റിവ്യൂ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ ഇനീഷ്യലി ഇപ്പോൾ സത്യത്തിൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലയാള സിനിമയുടെ പരസ്യങ്ങളൊന്നും നമ്മുടെ പത്രങ്ങളിൽ വരുന്നില്ല. സിനിമ ഇപ്പോൾ ചാനലുകളിൽ പോലും സിനിമയുടെ പരസ്യം വരുന്നത് വളരെ അത്യപൂർവമായിട്ടാണ്. അതും കൊടുക്കാറില്ല. പിന്നെ എവിടെ ഈ പരസ്യം വരുന്നത്? ഓൺലൈൻ മീഡിയയിലാണ്. അത് കൊടുക്കാൻ വരുന്ന ഈ ഒരു വലിയ സംഘമുണ്ട്. ആ സംഘം, ഈ ഓൺലൈൻ ഗ്രൂപ്പ്, അവർ പലപ്പോഴും ഇന്ന് വരെ ഒരു മോശം സിനിമയെ തുടക്കത്തിൽ സത്യസന്ധമായി അയ്യോ ഇത് ഞങ്ങളെ നിരാശപ്പെടുത്തി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും